ചിക്കൻ വെച്ചിട്ട് നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ നല്ല ടേസ്റ്റുള്ള ഒരു കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മസാലയെല്ലാം പുരട്ടി വെക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ച് വെക്കാം. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. പെരുംജീരകം എല്ലാം നല്ലവണ്ണം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ ബൗളിന് 1 ബൗള് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് കരിഞ്ഞു പോകാതെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് നെടുകെ പൊളന്ന 2 പച്ചമുളകും, ഒരു വലിയ സവോള കനം കുറച്ചരിഞ്ഞതും, ഒരു 10 ചെറിയുള്ളി കനം കുറച്ചരിഞ്ഞതും, ആവശ്യത്തിന് കറിവേപ്പിലയും ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോളയെല്ലാം പാകത്തിന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതും ചേർത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതാണ്, ഇതും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ചിക്കനകത്തുനിന്ന് വെള്ളം ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ചിക്കനൊക്കെ വെന്ത് വരാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നല്ലോണം വെന്ത് ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ ചിക്കൻ മണവാട്ടി ഇവിടെ തയ്യാറായിരിക്കുന്നു.